വിദ്യാഭ്യാസം എന്നാൽ പാഠപുസ്തക വിജ്ഞാനമാണ് എന്ന സങ്കല്പം മാറിയിട്ട് കുറെ കാലമായി. ആത്മവിശ്വാസത്തോടെയും ശുഭചിന്തയോടെയും ധീരമായ ജീവിതത്തെ നേരിട്ട് വിജയം വരിക്കാനുള്ള പ്രായോഗിക പാഠങ്ങളാണ് കലാലയ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവശ്യം നേടേണ്ടത് എന്ന തിരിച്ചറിവ് കുറെ പേർക്കെങ്കിലും കൈവരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഒരു പരീക്ഷ തോൽവിയിലോ അധ്യാപകന്റെ ശാസനയിലോ മനംനൊന്ത് ജീവനൊടുക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ അസാധാരണമല്ലാതായിരിക്കുന്നു. സ്കൂളും ട്യൂഷനും പരീക്ഷയും മത്സരവും മാത്രമായി കുട്ടികളുടെ ജീവിതം ഒതുങ്ങിപ്പോകുന്ന അപകടകരമായ ദുരവസ്ഥയ്ക്ക് കുട്ടികളല്ല, മാതാപിതാക്കൾ തന്നെയാണ് പ്രധാന കാരണക്കാർ എന്നതാണ് ഏറ്റവും വിചിത്രം. സ്വന്തം കുഞ്ഞ് മിടുക്കനും ഒന്നാമനുമാകണമെന്ന ചിന്തയിൽ തെറ്റൊന്നുമില്ലെങ്കിലും അതിൻ്റെ പേരിൽ കുട്ടിയുടെ ജീവിതത്തെ പാഠപുസ്തകത്തിൽ മാത്രമായി അടച്ചുവെക്കാനുള്ള അവകാശം അവൻ്റെയോ അവളുടെയോ അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവൂ. ക്ലാസ് മുറികൾ മാത്രമല്ല, സ്കൂൾ മൈതാനവും വീടിനടുത്തെ അമ്പലപ്പറമ്പും പുഴക്കരയിലെ സൗഹൃദക്കൂട്ടവും പന്തുകളിയും മരം കയറ്റവുമെല്ലാം ചേർന്നതാണ് പഠനകാലം. സ്കൂളിനും വീടിനും അപ്പുറത്തെ ഇത്തരം കൂട്ടായ്മകളിൽ നിന്നാണ് വ്യക്തി എന്ന നിലയിൽ ഒരു കുട്ടിയിൽ ആത്മവിശ്വാസം, സഹനശേഷി, അതിജീവിക്കുവാനുള്ള ധൈര്യം, പങ്കുവെക്കൽ, സഹാനുഭൂതി, കരുണ, സഹജീവി സ്നേഹം തുടങ്ങിയ മാനുഷിക വികാരങ്ങളും ശേഷികളും ഉരുവം കൊള്ളുന്നതും അവനെ ഒരു സാമൂഹ്യ ജീവിയാക്കി പരിവർത്തനം ചെയ്യുന്നതും. ഇത്തരം വൈകാരിക പാഠങ്ങളോ വികാരപ്രസരണമോ ഒന്നുമല്ല പാഠപുസ്തക വിഷയമെന്ന് മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള പരിഷ്കാരത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിക്കുലം കമ്മിറ്റി. പാഠപുസ്തകങ്ങളും നോട്ട് ബുക്കുകളും ദിവസവും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ അവ ക്ലാസ് മുറികളിൽ തന്നെ സൂക്ഷിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് ഈ പരിഷ്കാരം. ടെക്സ്റ്റ് ബുക്കും നോട്ടും ഇല്ലാതെ വീട്ടിൽ വന്നാൽ കുട്ടികൾ എന്തു ചെയ്യുമെന്നൊരു വേവലാതി സ്വാഭാവികമായും മാതാപിതാക്കൾക്കും ഉണ്ടാകും. അതിനുള്ള മറുപടിയാണ് ആദ്യമേ പറഞ്ഞത്. സ്കൂളും ട്യൂഷനും ജിംനേഷ്യവും ഡാൻസ് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന കുട്ടികൾ പിന്നെയും പുസ്തകങ്ങൾക്ക് മുന്നിലിരിക്കണോ? ഉദ്യോഗസ്ഥ സ്ഥലത്തെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് വീട്ടിൽ വന്ന പങ്കാളിയോട് പരിഭവം പറയുന്നവർ സ്വന്തം കുട്ടികളുടെ പഠനഭാരത്തെക്കുറിച്ചും മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഓർക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്നാവും മറ്റു ചോദ്യം. എന്നാൽ ഉത്തരം മറ്റൊരു ചോദ്യമാണ്. മക്കൾ ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള മനുഷ്യജീവികൾ കൂടിയായിരിക്കണ്ടേ? സ്കൂൾ വിദ്യാർത്ഥികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്ന സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചനയും ചർച്ചകളും തുടരുന്നതേയുള്ളൂ. ഒരു വിഷയത്തിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പല വാല്യങ്ങളായി പ്രസിദ്ധീകരിക്കുക, ഒരേ നോട്ട് ബുക്കിൽ വിവിധ വിഷയങ്ങളുടെ നോട്ടുകൾ എഴുതുന്ന രീതി ഏർപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ഇതിനായി ചർച്ചയിലുള്ളത്. ഈ മാറ്റങ്ങളും പാഠപുസ്തകങ്ങൾ ക്ലാസ് മുറികളിൽ തന്നെ സൂക്ഷിക്കാൻ സൗകര്യമൊരുക്കുന്നതും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കാനാണ് നീക്കം. കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുന്നതിനും അവർക്ക് മാനസികോല്ലാസത്തിനും വിശ്രമത്തിനും കൂടി സമയം അനുവദിക്കുന്നതായ ഏതു പരിഷ്കാരവും പിന്തുണയ്ക്കപ്പെടേണ്ടതാണ്. പരിഷ്കാരങ്ങൾ അവരെ ഉഴപ്പന്മാരാക്കുകയല്ല, മറിച്ച് ഊർജ്ജസ്വലരും നല്ല ചിന്തയും മാനുഷിക മൂല്യങ്ങളുമുള്ള നല്ല മനുഷ്യരും ധൈര്യശാലികളുമാക്കി മാറ്റുകയേ ചെയ്യൂ എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് അച്ഛനമ്മമാരാണ്. കേരള പ്രണാമം, ചിന്താശകലങ്ങൾ.